നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബില്ലിംഗ് സെക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ വർക്ക് ഫ്ലോ എന്ന് കാണാൻ പറ്റും. ഇതിൽ ജസ്റ്റ് ബില്ലിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ 3 ടൈപ്പ് വ്യൂ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ലിസ്റ്റ് വ്യൂ. നമുക്കിവിടെ ലിസ്റ്റായിട്ട് എല്ലാ പ്രൊഡക്ട്സും കാണാൻ പറ്റും. പിന്നെയുള്ളത് ഗ്രിഡ് വ്യൂ. അതിനുശേഷം വരുന്നത് കോമ്പാക്ട് വ്യൂ. കോമ്പാക്ട് വ്യൂ പറഞ്ഞാൽ കുറച്ചും കൂടിയും ബിഗർ സൈസിൽ നമുക്ക് പ്രൊഡക്റ്റ് കാണാൻ പറ്റും. പിന്നെ താഴെയുള്ളത് കാറ്റഗറീസ് ആണ്. നമുക്ക് ഫേവറേറ്റ്സ് വേണമെങ്കിൽ ഫേവറേറ്റ് സെറ്റ് ചെയ്യാം, ഡ്രിങ്ക്സ്, സ്നാക്സ്, അങ്ങനെ ഓരോ കാറ്റഗറീസിലും നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വാട്ടർ എന്ന പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ ഡയറക്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാർകോഡ് ഫെസിലിറ്റിയും ഇതിലുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു ബില്ലിങ്ങിൻ്റെ ഫുൾ വർക്ക് ഫ്ലോ എങ്ങനെയാണുള്ളതെന്ന് നോക്കാം. അതിനായി ഞാൻ ഫസ്റ്റ് 2 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു, ക്യാപ്പച്ചിനോ ആൻഡ് ടീ, 2 ഐറ്റംസ് എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, എക്സ്ട്രാ വേണമെങ്കിൽ. അതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. താഴെ നമുക്ക് സബ് ടോട്ടൽ ആൻഡ് GST ഇവിടെ കാണാൻ പറ്റും. സെറ്റിൽ ബിൽ ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ സെറ്റിൽ ബിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർ ക്യാഷ് ത്രൂ ആണോ, കാർഡ് ത്രൂ ആണോ, UPI ത്രൂ ആണോ പേയ്മെൻറ്റ് അയക്കുന്നത് എന്നുള്ളത് നോക്കാൻ പറ്റും. അതുപോലെ കസ്റ്റമർ, നമുക്കിപ്പോൾ ഒരു കസ്റ്റമറിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം 143 ടോട്ടൽ ബില്ല്. ഇപ്പോൾ സ്പെസിഫിക് കസ്റ്റമറിന് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ 143 ടോട്ടൽ എമൗണ്ട്, അത് നമുക്ക് 140 ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ റിസിപ്റ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് എനേബിൾ ചെയ്യാം. അഥവാ ഇത് പ്രിൻറ്റ് വേണ്ടെങ്കിൽ അത് ഓഫും ചെയ്യാം. കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കൊടുത്താൽ പ്രിൻറ്റ് വരുന്നതായിരിക്കും.